ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മെയ് 14 എനർജിയാണ്, വെനസ്ഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഫസ്റ്റ് നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. മെയ് 14 എനർജി. ഫസ്റ്റ് നിങ്ങളുടെ സെൽഫ് കെയർ എനർജി നോക്കാം. എന്ത് കാര്യങ്ങളാണ് നിങ്ങളിന്ന് കുറച്ചും കൂടെ കെയർഫുൾ ആകേണ്ടത്, എന്ത് എനർജിയിലാണ് ഇരിക്കേണ്ടത് നോക്കാം. താങ്ക് യു. ബേണിംഗ് ബൗൾ റിച്വലിൻ്റെ എനർജിയാണ്. ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് തെറാപ്പിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കേണ്ടത്, അവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് കുറച്ചൊരു കോൺഫിഡൻസിൻ്റെ എനർജിയും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജി നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1 ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ജെമിനായുടെ എനർജിയാണ്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഫോക്കസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, മെസ്സേജസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയും ആയിരിക്കാം. ഇവിടെ ഫുൾ മൂൺ വന്നേക്കുന്നത് കൊണ്ടിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഗർ പിക്ചർ, പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ലഭിക്കണം എന്നില്ല. ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് മാറി നിന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആൻസേഴ്സ് ലഭിക്കുന്നതാണ്. ആ ഒരു ഗൈഡൻസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ന്യൂ മൂൺ ഇൻ ഏരീസ് ആണ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണോ ഇന്ന് ചെയ്തു തീർക്കേണ്ടത്, കംപ്ലീറ്റ് ആക്കേണ്ടത്, അത് മടി കൂടാതെ ചെയ്തു തീർക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ അതിന് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി, പോസിറ്റിവിറ്റി, പോസിറ്റീവ് അഫർമേഷൻസ്, പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ കൺക്ലൂഷൻസ് എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത്, ആ ഒരു ഗോളിലോട്ട് റീച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേയുടെ ബ്ലെസ്സിങ്സ് എന്താണ്? താങ്ക് യു. ഡെവിളിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് പ്രൊട്ടക്ഷനാണ് ഇവിടെ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത്, ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയ അവസരമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ലോൺ, അങ്ങനത്തെ കാര്യങ്ങൾ അടയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് പോസിബിൾ ആകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അത് ലഭിക്കാനുള്ളതെങ്കിൽ കുറച്ച് പേർക്ക് അത് റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് മണി ഫിനാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട്. അത് നിങ്ങളെ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലോട്ട് നിങ്ങളെ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി പാഷനാണ്. ഓക്കെ, ലവ് റിലേഷൻഷിപ്പിലെ പാഷനായിരിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലും കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ന്യൂ എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം വന്നിട്ട് നിങ്ങളെ
റീബിൽഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ മോൾഡ് ചെയ്യാനായിട്ട്, ബെറ്റർ വേർഷനാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പുതിയ എനർജീസ് വരുന്നുണ്ടാകാം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒത്തിരി അബൻഡൻസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ്, സൊല്യൂഷൻസ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെയ് 14 എനർജി. ഫസ്റ്റ് നിങ്ങളുടെ സെൽഫ് കെയർ എനർജി നോക്കാം. എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ദിവസം വന്നിട്ട്. താങ്ക് യു. വാച്ച് എ മൂവി. ഇന്നത്തെ ദിവസം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനായിട്ട്, കേൾക്കാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മോഡറേഷൻ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിറ്റീവ് അഫർമേഷൻസ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് നൽകുന്ന, ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന എനർജീസ് എന്തൊക്കെയാണോ അത് ചൂസ് ചെയ്യുക ഈ ഒരു സമയത്ത്. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഐസ്, കണ്ണുകൾക്ക് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സെൽഫ് കെയർ എനർജി അല്ലെങ്കിൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടും പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം, എന്തെങ്കിലും ചോയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണോ, റിയാലിറ്റി എന്താണോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ഓവറോൾ എനർജീസ് നോക്കാം. താങ്ക് യു. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നോർത്ത് നോഡിൻ്റെ എനർജിയാണ്, രാഹുവിൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഫയറി എനർജി, ഒത്തിരി പാഷൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജ്ജമാണ്. തന്നെ എന്തെല്ലാം സ്റ്റക്കാക്കി നിർത്തുന്നുണ്ടോ, ഒരു കംഫർട്ട് സോണിൽ നിർത്തുന്നുണ്ടോ അത് തരണം ചെയ്യാനായിട്ട്, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. പ്രത്യേകിച്ചും നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ഹോപ്സ്, പ്രതീക്ഷകൾ ഒക്കെ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസാണ്. അപ്പോൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന റുട്ടീൻ, എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ നിങ്ങൾ കുറേ കൂടെ ഇന്ന് ഫോക്കസ് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ കൂടെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡാണ്. എന്താണ് ഓപ്ഷൻസ് ഉള്ളത്, എന്തൊക്കെ അവൈലബിലിറ്റിയാണ് എനിക്ക് ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു അഡ്വഞ്ചറിൻ്റെ എനർജിയാണ്, ട്രാവലിൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ, മ്യൂട്ടബിൾ മൂൺ ആണ് വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മുൻവിധിയോടുകൂടി ഒരു കാര്യത്തിനെയും സമീപിക്കാതിരിക്കുക. കാരണം ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മളെ പല സിറ്റുവേഷനിലും എന്താ പറയുക, നമ്മളെ ചാലഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകാനായിട്ട് ശ്രമിക്കുക, ഒഴുക്കിനൊത്ത് നീന്താനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാജിക്ക് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാ കേപ്പബിലിറ്റിയും ഉണ്ട്, പക്ഷെ അത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് അട്രാക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. നെക്സ്റ്റ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നോക്കാം. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ്. താങ്ക് യു. കണ്ടോ, 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് റിലീഫാണ് എന്തെങ്കിലും ടെൻഷനിൽ നിന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വിക്ടിം മൈൻഡ് സെറ്റ് ആയിരിക്കാം.
ഒരു ലോ വൈബ്രേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനർജീസ് വരുന്നതാണ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ഹെഡ് ഏക്ക്, ബോഡി പെയിൻ, അങ്ങനത്തെ ഇഷ്യൂസിൽ കുറച്ചൊരു പ്രൊട്ടക്ഷൻ, ഒരു ഹീലിംഗ് ലഭിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓവറോൾ ഒരു പ്രൊട്ടക്ഷനാണ്. എന്തെങ്കിലും ടഫ് സിറ്റുവേഷനിൽ, ഡാർക്ക് ഫേസിൽ കുറച്ച് പേർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്, സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇവിടെ 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കറേജിൻ്റെ എനർജിയാണ്, ധൈര്യത്തിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ, ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവറിൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഒത്തിരി കറേജ്, ധൈര്യത്തിൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതുമാകാം. അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി, ഹീലിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ധൈര്യത്തോടു കൂടി അതോടൊപ്പം തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഇമോഷൻസ്, ഫീലിങ്സ് നിങ്ങൾ കുറച്ചും കൂടെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട്, ഹോണർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് കുറച്ചും കൂടെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യുക. അതിന് ഓവർ റിയാക്ഷൻ കൊടുക്കാതിരിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.